അമേരിക്കൻ ട്രഷറി പൂട്ടുകയാണെന്ന് പറഞ്ഞാൽ ശരിയാവുമോ? അല്ല, അമേരിക്ക ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ട്രംപ്, ലോകത്തെ മുഴുവൻ വിറപ്പിക്കുന്ന ട്രംപ് സ്വന്തം വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസിലിരുന്ന് ട്രംപ് വിറയ്ക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത് ആലങ്കാരികം മാത്രമല്ല. ട്രംപ് ഫിസിക്കലി വിറയ്ക്കുന്നുണ്ടാവില്ല, പക്ഷേ അമേരിക്കൻ ഭരണകൂടം വല്ലാതെ ഷേക്കുകയാണ്. കാരണം അമേരിക്കയിൽ ശമ്പളം മുടങ്ങുന്നു. ശമ്പളം മുടങ്ങാൻ കാരണം അമേരിക്കയുടെ നിദാന ചെലവുകൾക്കുള്ള അംഗീകാരം കോൺഗ്രസ് കൊടുത്തില്ല. കോൺഗ്രസ് കൊടുക്കാതിരിക്കാൻ രണ്ട് പാർട്ടികൾ, റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റ്സും ആണല്ലോ. ഡെമോക്രാറ്റ്സ് ഇതിനെ അനുകൂലിച്ചില്ല. കാരണം ഡെമോക്രാറ്റ്സ് പറയുന്നു ഈ വർഷത്തോടുകൂടി അമേരിക്കയിലെ ജനങ്ങൾക്ക് കൊടുക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പരിപാലനമുണ്ട്, എല്ലാവർക്കും സൗജന്യ ചികിത്സയുണ്ട്, അത് തീരുകയാണ്. അത് പുതുക്കാനുള്ള വ്യവസ്ഥ ഈ ധനകാര്യ ബില്ലിൽ ഇല്ല, ഇപ്പോഴത്തെ സംഭവത്തിലില്ല. അതുകൊണ്ട് അവർ വോട്ട് ചെയ്തില്ല. മറ്റവരാണ് റിപ്പബ്ലിക്കൻസ്, അവർ ഭൂരിപക്ഷം അവർക്കാണ്, അവർ റിജക്റ്റ് ചെയ്തു. ഫലം എന്ന് പറയുന്നത് അമേരിക്കയിൽ ഈ മാസം ശമ്പളം മുടങ്ങും, സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങും. അപ്പോൾ ഒന്ന് സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്ന പ്രശ്നം. രണ്ടാമത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത്, ഇത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ അതിനെ മറികടക്കാനുള്ള ബദൽ സംവിധാനം ഉണ്ടാക്കണം. ഈ സംവിധാനം ഉണ്ടാക്കണമെങ്കിൽ അതിന് ജീവനക്കാർ വേണം. അമേരിക്കയിലെ 2.75 ലക്ഷം ജീവനക്കാർ VRSന് തുല്യമായ ഡിഫറൻറ്റ് റെസിഗ്നേഷൻ കൊടുക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. അതായത് അതുകൂടി സർക്കാരിനൊരു പദ്ധതിയുണ്ട്, കുറേ ആളുകളൊക്കെ രാജിവെച്ച് പോയാൽ അത്രയും സർക്കാരിൻ്റെ പൊതുഖജനാവിൽ നിന്നുള്ള ചിലവ് ബാധ്യത 1.3 ലക്ഷം 1.30 ലക്ഷം കോടി രൂപ ശമ്പളം കൊടുക്കാൻ വേണം അമേരിക്കയിൽ. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ അറിയാമല്ലോ, സർക്കാരിൻ്റെ വരുമാനം മുഴുവൻ ശമ്പളവും പെൻഷനും കൊടുക്കുന്ന സ്ഥിതിയാണ്. ഏതാണ്ട് ഇതിന് സമാനമായ ഒരു സ്ഥിതി അമേരിക്കയിലുണ്ട്. അതുകൊണ്ട് സർക്കാർ ജീവനക്കാരൊന്നും വേണ്ട എന്നാണ് ട്രംപിൻ്റെ ഒരു തീരുമാനം. ആ ട്രംപിൻ്റെ ആ തീരുമാനമുണ്ട്, അതിലാണ് ഡിഫറൻറ്റ് റെസിഗ്നേഷൻ എന്ന് പറയുന്ന പദ്ധതി വരുന്നത്. അതായത് അങ്ങനെ ചെയ്താൽ ഈ പദ്ധതി ഫലപ്രദമായി നടപ്പാക്കിയാൽ $2.5 ലക്ഷം കോടി ലാഭിക്കാൻ കഴിയുമെന്നാണ് ട്രംപിൻ്റെ കണക്കുകൂട്ടൽ. അതിനു വേണ്ടിയിട്ട് കൂട്ടത്തോടെ ജീവനക്കാരെ പിരിച്ചുവിടാനുള്ള ഒരു ഭ്രാന്തൻ പരിപാടി ട്രംപ് നടപ്പാക്കുന്നുണ്ട്. അതോടൊപ്പമാണ് പൈസ ഇല്ലാതെ അമേരിക്ക അടച്ചുപൂട്ടാൻ പോകുന്നത്. അമേരിക്കയുടെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം അമേരിക്കയുടെ ചരിത്രത്തിൽ 15 തവണയാണ് ഇങ്ങനെ അടച്ചുപൂട്ടൽ വന്നിട്ടുള്ളത്. അതായത് ഏറ്റവും വലിയ അടച്ചുപൂട്ടൽ എന്ന് പറയുന്നത് 35 ദിവസം അമേരിക്ക ഇങ്ങനെ അടച്ചുപൂട്ടിയിട്ടുണ്ട്. അത് ഒരു പൈസ ഇല്ല. നമുക്ക് കേരളത്തിൽ കേരളത്തിൽ ട്രഷറി നിരോധനം വന്നിട്ടുണ്ട്. ഇവിടെ പൈസ ഇല്ലാതെ ഒരു സർക്കാരിൻ്റെ ഒരു ചിലവും നടക്കാതെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇതേ അവസ്ഥ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യം എന്ന് പറയുന്ന അമേരിക്കയിലേക്ക് സംഭവിക്കാൻ പോവാണ്. സംഭവിക്കുക ഇതാദ്യമല്ല. അമേരിക്കയിൽ 2018 ഡിസംബർ മുതൽ 2019 ജനുവരി വരെ 35 ദിവസം ട്രഷറി പൂട്ടിപ്പോയി. ഒരു പരിപാടിയും നടന്നില്ല, ജീവനക്കാരുടെ ശമ്പളം കിട്ടിയില്ല, ഒരു കാര്യവും നടന്നില്ല. ഇപ്പോൾ അമേരിക്കയിലെ കോടതികൾ ഒക്ടോബർ 3, ഇന്ന് ഒക്ടോബർ 1, നാളെ മറ്റന്നാൾ കഴിഞ്ഞാൽ കോടതികൾ പ്രവർത്തിക്കില്ല. അപ്പോൾ കോടതികളുടെ പോലും ദൈനംദിന പ്രവർത്തനം തടസ്സപ്പെടും. ഇപ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധി മൂലം ഇപ്പോൾ അമേരിക്കയിൽ ക്ലോസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? ഒന്ന്, ഒക്ടോബർ മാസത്തിൽ ഫെഡറൽ എംപ്ലോയീസിൻ്റെ ശമ്പളം ഇല്ല. നോക്കണം, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമായ അമേരിക്കയിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഒക്ടോബർ മാസത്തിൽ ശമ്പളമില്ല. നമ്മുടെ KSRTC പോലെയായി അമേരിക്ക. രണ്ടാമത്, കുട്ടികൾക്കും സ്ത്രീകൾക്കും ഗർഭിണികൾക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള, സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പോഷകാഹാര പദ്ധതി ഒക്ടോബർ മാസത്തിൽ ഇന്നു മുതൽ നിൽക്കുകയാണ്. പണ്ട് ഓർക്കുന്നില്ലേ, ലോകത്തെമ്പാടും ഈ പോഷകാഹാരത്തിന് വേണ്ടി പാൽപ്പൊടിയൊക്കെ കയറ്റി അയക്കായിരുന്നു അമേരിക്ക. അങ്ങനെയാണ് അമേരിക്ക കയറ്റി അയച്ച USAID എന്നൊക്കെ പറഞ്ഞ് കയറ്റി അയച്ച് രാജ്യത്തെ അട്ടിമറി പ്രവർത്തനം, മതപരിവർത്തനമൊക്കെ നടത്താനുള്ള അമേരിക്കയുടെ പള്ളികൾ വഴിയായിരുന്നു പാൽപ്പൊടി കൊടുത്തത്. എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളുടെ നാട്ടിലുള്ള ആളുകളൊക്കെ തൊട്ടടുത്ത പള്ളിയിൽ പോയിട്ട് ഈ സൂചി ഗോതമ്പും പാൽപ്പൊടിയും പള്ളിയിൽ നിന്ന് മേടിക്കും, പാക്കറ്റായിട്ടൊക്കെ പാത്രത്തിൽ, ഈ ചോറ്റുപാത്രം, തൂക്ക് ചോറ്റുപാത്രത്തിൽ പാൽപ്പൊടി മേടിച്ചുകൊണ്ട് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, അടുത്തുള്ള പള്ളിയിൽ നിന്ന്. അപ്പോൾ ഇതൊരു പള്ളികൾ എന്തുകൊണ്ടാണ് ഇന്ത്യ സർക്കാർ വഴിയല്ല, പള്ളികൾ വഴിയാണ് വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ വഴി സൂത്രം മനസ്സിലായല്ലോ. അപ്പോൾ ഈ അതിപ്പോൾ അമേരിക്കയിൽ ഇപ്പോൾ ഈ പോഷകാഹാര പദ്ധതി ഇല്ല. വേണമെങ്കിൽ നമുക്ക് ഗുജറാത്തിൽ അമുലിനോടോ എല്ലാം പറഞ്ഞ് കുറച്ച് പാൽപ്പൊടിയൊക്കെ കയറ്റി അയക്കാം. പിന്നെ നാഷണൽ പാർക്കുകൾ അടച്ചുപൂട്ടും, ചെറുകിട ബിസിനസ് ലോൺ കൊടുക്കില്ല, വിദ്യാഭ്യാസ ലോൺ ഉണ്ടല്ലോ, സ്റ്റുഡൻറ്റ് ലോൺ കൊടുക്കില്ല, ഫെഡറൽ എയ്ഡഡ് ആയിട്ടുള്ള പ്രീ പ്രൈമറി സ്കൂളുകൾ, കേന്ദ്ര സർക്കാരിൻ്റെ സഹായം കൊണ്ട് പ്രവർത്തിക്കുന്ന LKG UKG സ്കൂളുകളിൽ നിന്ന് ലളിതമായി പറഞ്ഞാൽ മനസ്സിലാവും, അത് ഒക്ടോബർ മാസം ഇന്നു മുതൽ അടച്ചുപൂട്ടും. ഇനി കെമിക്കൽ ഫാക്ടറീസ്, ഓയിൽ റിഫൈനറീസ്, വാട്ടർ പ്യൂരിഫിക്കേഷൻ പ്ലാന്റ്സ്, ഇവിടെയുള്ള ഇൻസ്പെക്ഷൻ നടത്തുന്ന പരിപാടി നിൽക്കും. ഇവിടെയൊക്കെ പോയിട്ട് കൃത്യമായി പരിശോധനകൾ ഫെഡറൽ ഉദ്യോഗസ്ഥർ നടത്തണം.
എന്തിനാണെന്ന് വെച്ചാൽ ഇതൊക്കെ നിയമാനുസൃതമാണ് നടക്കുന്നത്, സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ, റിഫൈനറി, കെമിക്കൽ ഫാക്ടറീസ്, വാട്ടർ പ്യൂരിഫിക്കേഷൻ, ജലശുചീകരണ പ്ലാന്റുകൾ, ഇവിടെയുള്ള പരിശോധനകൾ മുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നതറിയോ ഫലത്തിൽ? ഒന്ന്, പരിശോധിക്കാൻ ആളില്ലെങ്കിൽ കൃത്യമായ പ്യൂരിഫിക്കേഷൻ വെള്ളത്തിലുണ്ടാവുന്നില്ലെങ്കിൽ മാരകമായ രോഗങ്ങളുണ്ടാവാം. ചിലപ്പോൾ കുടിവെള്ള വിതരണം തന്നെ നഷ്ടപ്പെട്ടേക്കാം. ഒരുപക്ഷെ പച്ച മലയാളത്തിൽ എക്സാജറേറ്റഡ് ആണ്, നമ്മൾ അതിൽ കിടന്ന് ചിന്തിക്കുകയാണ്. എന്നാൽ പോലും പറയാം, ഇത് വഷളായി കഴിഞ്ഞാൽ അമേരിക്കക്കാരന് കുടിവെള്ളം മുടങ്ങുന്ന സ്ഥിതി ഉണ്ടാവാം. നോക്കൂ, ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യത്തിൻ്റെയാണ്. ഇനി ഫെഡറൽ കോൺട്രാക്റ്റുകളെല്ലാം നിൽക്കും. അവിടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കോൺട്രാക്റ്റ് കൊടുക്കുന്ന പരിപാടിയുണ്ട്, അത് നിൽക്കും. അങ്ങനെ വലിയ സമ്പൂർണമായ ഒരു ക്ലോസ് ഡൗണിലേക്ക്, അടച്ചുപൂട്ടലിലേക്ക് ഈ ഒക്ടോബർ ഇന്ന് മുതലുള്ള ദിവസങ്ങളിലേക്ക് അമേരിക്ക മാറും. ഏതാണ്? സെനറ്റ്, കോൺഗ്രസ് ഈ മണി ബില്ല് എന്നതിന് തുല്യമായിട്ടുള്ള ഈ സാമ്പത്തിക പദ്ധതിക്ക് അംഗീകാരം കൊടുത്തില്ലെങ്കിൽ ഇനി പ്രവർത്തിക്കുക എന്നറിയോ? ഇതായത് നിയമവാഴ്ച, ലോ ആൻഡ് ഓർഡർ സംവിധാനം ഉണ്ടാവും, മിലിറ്ററി ഉണ്ടാവും, FBI, CIA തുടങ്ങിയ കസ്റ്റംസ് തുടങ്ങിയിട്ടുള്ള ഏജൻസികളില്ല, ഡ്രഗ്സ്, ആൻറ്റി ഡ്രഗ്സിനെതിരെയുള്ള ഏജൻസി, ഇതെല്ലാം പ്രവർത്തിക്കും. കാരണം അതിനൊക്കെ ഈ അൺഓഡിറ്റഡ് ആയിട്ടുള്ള ഫണ്ട് ഉള്ളതാണ്. ഓഡിറ്റ് ഒന്നും വേണ്ട, ഓട്ടോമാറ്റിക്കലി അതിന് റിസർവ് ഫണ്ടുണ്ട്. അതുകൊണ്ട് അത് ബാധിക്കും. ബാക്കിയുള്ള എല്ലാ അവശ്യ മേഖലകളെയും ബാധിക്കുന്ന തരത്തിലേക്ക് അമേരിക്ക മാറാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് 1,00,000 ഫെഡറൽ ജീവനക്കാരാണ് ഇപ്പോൾ രാജിവെക്കാൻ പോകുന്നത്. 1,00,000 ഫെഡറൽ ജീവനക്കാർ ഈ മാസം രാജിവെച്ചേക്കും എന്ന് പറയുന്നു. ശമ്പളം കൂടെ കിട്ടാതെ വരുമ്പോഴത്തേക്ക് എന്തിനാണ് ഞങ്ങൾ ഈ അമേരിക്കൻ സർക്കാരിന് വേണ്ടി, ട്രംപിൻ്റെ സർക്കാരിന് വേണ്ടി ജോലി ചെയ്യുന്നത്? പണിയെടുക്കാൻ പോലും താല്പര്യമില്ല, പണിയെടുക്കാനില്ല. കാരണം അമേരിക്കക്കാരനും പണിയെടുക്കാൻ വേണ്ടിയിട്ട് അവന് കാശ് കിട്ടിയില്ല, അവന് പണിയും ചെയ്തില്ല. ഇത് മാത്രമല്ല, മുമ്പ് ഈ ഇലോൺ മസ്ക് ഇയാളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് ഈ എഫിഷ്യൻസി പരിശോധിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കിയത്. അവിടെ പറഞ്ഞിരുന്നു, നിങ്ങളെല്ലാവരും ഈ ആഴ്ച എന്തെല്ലാം ജോലി ചെയ്തു അതിൻ്റെ റിപ്പോർട്ട് ഉടൻ മെയിലായിട്ട് അയക്കണം, മെയിൽ അയച്ചില്ലെങ്കിൽ നിങ്ങൾ രാജിവെച്ചതായി കണക്കാക്കും എന്ന് പറഞ്ഞ് മസ്ക് ഭീഷണി ഉണ്ടായിരുന്നു. റിപ്ലൈ തന്നില്ലെങ്കിൽ രാജിവെച്ചത്. ആരും റിപ്ലൈ ഒന്നും കൊടുക്കാൻ പോയില്ല. അവസാനം മസ്കിന് പൂട്ടിക്കെട്ടി പോകേണ്ടി വന്നു. പക്ഷേ മസ്ക് രാജിവെച്ചു പോയി. ഏതായാലും ഈ സംഘടിത ശക്തിയുടെ കാര്യമൊന്നുമല്ല. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ലോകത്തെ മുഴുവൻ വറപ്പിക്കുന്ന താരിഫും ഒക്കെ ആയിട്ട് അമേരിക്ക ഇറങ്ങിയിരിക്കുന്ന കാരണം എന്താണെന്നറിയോ? നമ്മൾ നോക്കുമ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ കടമുള്ള രാജ്യം ചിന്തിക്കാൻ പറ്റുമോ? അമേരിക്കയാണ്. 37.47 ട്രില്യനാണ് അമേരിക്കയുടെ കടം. അപ്പോൾ ഇന്ത്യ കടം വാങ്ങുന്നു, ലോകത്തെ പല രാജ്യങ്ങളും കടം വാങ്ങുന്നു. IMF ലോണൊക്കെ എടുത്ത് അമേരിക്ക പാകിസ്ഥാന് കൊടുക്കുന്നുണ്ട്. അവൻ കടം മേടിച്ച് മുടിഞ്ഞിരിക്കുക. ലോകത്തെ ഏറ്റവും കൂടുതൽ സമ്പന്ന രാജ്യം എന്ന് പറയുന്ന അമേരിക്കയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ കടബാധ്യതയുള്ള രാജ്യം. അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദ്യം വരും, അമേരിക്ക കടമാണ്. അപ്പോൾ അമേരിക്ക ആരുടെ ഇത് കടം മേടിക്കൂടി? അമേരിക്കയേക്കാൾ വലിയ കാശുകാരൻ വേണമല്ലോ കടമെടുക്കാൻ. അങ്ങനെയല്ല, അമേരിക്ക മറ്റ് രാജ്യങ്ങളുടെ കടം വാങ്ങിച്ചിരിക്കുന്നത് മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളുടെയൊക്കെ നിക്ഷേപം സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അമേരിക്ക കടമെടുത്തിരിക്കുന്ന അമേരിക്കയിലെ വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സ്റ്റേറ്റുകൾ, ഇവരിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ട്. അവരുടെ ഫണ്ട് ഫെഡറൽ ഫണ്ടിലേക്ക്, അമേരിക്കയുടെ രാജ്യത്തിൻ്റെ ഫണ്ടിലേക്ക് കടപ്പത്രങ്ങളുടെ രൂപത്തിലും പണത്തിൻ്റെ രൂപത്തിലും അമേരിക്ക വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ചോദിക്കുമ്പോൾ തിരിച്ചു കൊടുക്കണം. നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിൽ അധികം പേര് ഓപ്റ്റ് ചെയ്യാത്ത ഒരു നിക്ഷേപ പദ്ധതിയാണ് ട്രഷറി നിക്ഷേപം. നമുക്ക് ബാങ്കിൽ പൈസ ഇടുന്നത് പോലെ സർക്കാരിൻ്റെ ട്രഷറിയിൽ പണം FD ഇടാം. ഇപ്പോൾ കേരളത്തിലൊക്കെ ഇട്ടാൽ തിരിച്ചു കിട്ടുമോ എന്നുള്ള സംശയമൊന്നും വേണ്ട. ട്രഷറി ആയത് പറഞ്ഞാൽ തിരിച്ചു കിട്ടും. ട്രഷറി ബോണ്ടുകളുണ്ട്. ഇങ്ങനത്തെ ഒരു നിക്ഷേപ പദ്ധതിയുണ്ട്. എനിക്ക് ട്രഷറി നിക്ഷേപത്തിന് ബാങ്ക് നിക്ഷേപത്തെക്കാൾ കൂടുതൽ പലിശയുണ്ട്. പക്ഷേ ഇത് ആളുകൾ ചോദിക്കുമ്പോൾ തിരിച്ചു കൊടുക്കണം. അപ്പോൾ അമേരിക്കയുടെ പക്കൽ 37.47 ട്രില്യൻ്റെ കടമുണ്ടെന്ന് പറയുന്നത് അമേരിക്ക ദൈനംദിന ചെലവിന് വേണ്ടി അമേരിക്കൻ സർക്കാർ അല്ലെങ്കിൽ പ്രസിഡന്റിൻ്റെ ഭരണകൂടം സംസ്ഥാനങ്ങളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന്, സ്ഥാപനങ്ങളിൽ നിന്ന് ഇങ്ങനെ വാങ്ങിയിട്ടുള്ള പണമുണ്ട്. ഇത് അവരെപ്പോൾ ചോദിക്കുന്നു അപ്പോൾ തിരിച്ചു കൊടുക്കണം. അപ്പോൾ കൂട്ടത്തോടെ ജനങ്ങളെല്ലാം തീരുമാനിക്കുകയാണ്, ഞങ്ങൾ കൊടുത്തിട്ടുള്ള പൈസയൊക്കെ ഇപ്പോൾ തിരിച്ചു തരണമെന്ന് പറഞ്ഞാൽ ബാങ്ക് പൊട്ടുന്ന പോലെ അമേരിക്ക പൊട്ടും. ഇത് നമ്മൾ കേൾക്കുമ്പോൾ അതിശയോക്തി എന്ന് തോന്നും, യാഥാർത്ഥ്യമാണ്. അങ്ങനെ കൂട്ടത്തോടെ ആളുകൾ വന്ന് വാങ്ങുമോ ഇല്ലയോ എന്നൊക്കെയുള്ള വേറെ കാര്യം. പക്ഷേ ഈ പണമത്രയും അമേരിക്ക ദൈനംദിന ചെലവുകൾ കാണിക്കുന്നതും ലോകത്തെമ്പാടുമുള്ള ഈ കസരത്തുകൾ നടത്തുന്നതുമൊക്കെ ഇങ്ങനെ ആളുകളിൽ നിന്നും, സ്ഥാപനങ്ങളിൽ നിന്നും, സംസ്ഥാനങ്ങളിൽ നിന്നും സഹകരിച്ച പണം കൊണ്ടാണ്. നോക്കൂ, പകുതിയിലേറെ സംസ്ഥാനങ്ങൾ ട്രംപിനെതിരാണ് അമേരിക്കയിൽ. അവരെല്ലാം കൂടെ അവരുടെ ഫെഡറൽ നിക്ഷേപം പിൻവലിക്കാൻ തീരുമാനിച്ചാലോ ഭീകര പ്രതിസന്ധിയായിരിക്കും. ഈ ട്രംപ് വിരുദ്ധ സ്റ്റേറ്റുകൾ ഞങ്ങളുടെ ഡെപ്പോസിറ്റ് തിരിച്ചു തരൂ, ഞങ്ങളുടെ ട്രഷറി ബോണ്ടുകൾ തിരിച്ചു തരൂ എന്ന് പറഞ്ഞാൽ അമേരിക്ക വിറയ്ക്കും, അമേരിക്ക വീഴും. ഇത് കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് അമേരിക്ക. അതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് കാനഡ വേണം,
ഗ്രീൻലാൻഡ് വേണം, പാകിസ്ഥാനിലെ മിനറൽസ് വേണം, മറ്റേ ഇവന്മാരുടെ മുനീറും ഷഹബാസ് ഷെറീഫും കൂടെ 18 ഇഞ്ച് നീളവും വീതിയുള്ള പെട്ടിയായിട്ട് പോയി. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു രാജ്യത്തിൻ്റെ ഭരണത്തലവനും സൈനിക തലവനും ഞങ്ങളുടെ നാട്ടിൽ ഇതൊക്കെ ഉണ്ട് കേട്ടോ പൊന്നു തമ്പ്രാനെ, ഇതൊക്കെ എടുത്തിട്ട് ഞങ്ങൾക്ക് വേണ്ടത് താ എന്ന് പറഞ്ഞ് യാചിച്ച് നിൽക്കുന്ന എത്ര അപഹാസ്യമായ രംഗമാണ് നമ്മൾ കണ്ടത്. മുനീറും ഷഹബാസ് ഷെറീഫും കൂടെ വെൽവെറ്റിൻ്റെ പെട്ടിയൊക്കെ ഉണ്ടാക്കി. ആ ചിത്രം കണ്ടായിരുന്നു, 18 ഇഞ്ച് നീളവും വീതിയുള്ളൊരു പെട്ടിയുണ്ട്, ട്രംപിനെ കാണിക്കുക. ഇതൊക്കെ ഉണ്ട് പൊന്നുടേതെ ഞങ്ങളുടെ ബലൂജ് മേഖലയിൽ, വന്നോ എടുത്തോ എന്ന് പറയുന്നത് വിൽക്കുകയാണ്, രാജ്യത്തെ വിൽക്കാൻ നടക്കുകയാണ്. പക്ഷേ ഇതൊക്കെ ആർക്ക് വേണം? ട്രംപിന് വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ ട്രംപിന് നിലനിൽക്കാൻ പറ്റുള്ളൂ. ട്രംപ് ഇപ്പോൾ ഈ കോട്ടും പാൻറ്റും സ്യൂട്ടും ടൈയും കെട്ടിയുള്ള പിച്ചനടൽ നടക്കുകയാണ്. പക്ഷേ പിച്ചനടലിന് അമ്മ വല്ലതും തരണേ എന്ന് പറയുന്നില്ലെങ്കിൽ നിൻ്റെ അതെനിക്ക് വേണം, നീ എന്നോട് ചേർന്നു, ഞാൻ പനാമ കനാൽ പിടിക്കും, ഞാൻ ഗ്രീൻലാൻഡ് പിടിക്കും, ഞാൻ ഉക്രൈനിലെ ഭൂമി അവിടുത്തെ മിനറൽസ് ഞങ്ങൾക്ക് വേണം, ഗാസ ഞാനിങ്ങ് എടുക്കും എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ നമുക്ക് തോന്നും ഇവൻ്റെ മുഷ്ടി ചുരുട്ടിയുള്ള ഒരു മുഷ്കു കൊണ്ട് പറയുന്നതാണ്. അങ്ങനെയല്ല, ഗതികേട് കൊണ്ട് പറയുകയാണ്. അമേരിക്ക തകർന്ന് തരിപ്പണമാണ്. ഇപ്പോൾ ഈ താരിഫ് ഏർപ്പെടുത്തുന്നത് പോലും ഇതിൻ്റെ ഭാഗമാണ്. താരിഫ് ഇന്ത്യയോടുള്ള ശത്രുത കൊണ്ടാണ് താരിഫ് ഏർപ്പെടുത്തുന്നതെന്ന് നമുക്ക് തോന്നാം. പക്ഷേ അങ്ങനെയല്ല. അമേരിക്കയ്ക്ക് നിലനിന്ന് പോകണമെങ്കിൽ ഈ താരിഫ് ഉൾപ്പെടെയുള്ള സാമ്പത്തിക നയങ്ങൾ സ്വീകരിച്ച് പഴയ കോളനി വാഴ്ചയുണ്ടല്ലോ ബ്രിട്ടൻ, ലോകത്തെമ്പാടും പോയിട്ട് സ്വത്തുക്കൾ കൊള്ളയടിച്ചു കൊണ്ടൊന്നും ബ്രിട്ടനെ സമ്പന്നമാക്കി എന്ന് പറയുന്നത് പോലെ അമേരിക്കയ്ക്ക് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ലോകത്തെമ്പാടുമുള്ള സ്വത്തുവകകൾ, ധാതുക്കൾ, സമ്പത്ത് അമേരിക്കയ്ക്ക് ലൂട്ടിക്കണം. അപ്പോൾ പണ്ടത്തെ പോലെ കടൽക്കൊള്ളക്കാരൻ്റെ വേഷത്തിൽ, പൈറേറ്റ്സിൻ്റെ വേഷത്തിൽ ഇറങ്ങാനൊന്നും പറ്റില്ല. അതിനുവേണ്ടി അമേരിക്കയുടെ മൈറ്റി മിലിറ്ററി പവർ ഉപയോഗിച്ച് ലോകരാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു. നിൻ്റെ കച്ചവടം അങ്ങനെയാണ്, എൻ്റെ സാധനം വാങ്ങിച്ചില്ലെങ്കിൽ നിൻ്റെ പൊട്ടിക്കും. ഞാൻ നമ്മുടെ നാട്ടിൽ പറയുക, ഇഷ്ടം പോലെ ചോളം ഇവിടെ ഉണ്ടാക്കിയിട്ട് നമ്മളിത് ഈ ഇതാണ് നീറ്റി വാറ്റി എത്തനോളം ഉണ്ടാക്കുക നമ്മൾ. അപ്പോൾ ട്രംപ് പറയുക എൻ്റെ ചോളം കൂടെ നീ മേടിക്കണമെന്ന്. നമുക്ക് ആവശ്യമില്ലടേ, പക്ഷെ അവനിത് കെട്ടിക്കിടക്കുക, അവനിത് ഉപയോഗമില്ല, അതുകൊണ്ട് നീ വാങ്ങിയേ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ അവൻ്റെ ഉൽപ്പന്നങ്ങൾ അടിച്ചേൽപ്പിക്കുക. നമുക്കിവിടെ മിൽമ പോലെ അല്ലെങ്കിൽ അമുൽ പോലെ നന്ദിനി പോലെയുള്ള മികച്ച ക്ഷീര പദ്ധതികളുണ്ട്. അപ്പോഴാണ് സായിപ്പ് പറയുന്നത് അങ്ങനെയല്ല, എൻ്റെ പാലും കൂടെ നീ മേടിക്കണം. എന്തിന് നമ്മുടെ മാർക്കറ്റിൽ നമ്മുടെ പ്രൊഡക്ട്സ് ആവശ്യത്തിനുണ്ട്, നമ്മുടെ കൃഷിക്കാർക്ക് ക്ഷീരകർഷകർക്ക് കിട്ടുന്നുണ്ട്. അപ്പോഴാണ് എൻ്റെ പാല് നീ വാങ്ങണം എന്ന് പറയുന്നത്, എൻ്റെ ചോളം നീ വാങ്ങണം, എൻ്റെ ഗോതമ്പ് നീ വാങ്ങണം. ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. നമുക്കെന്തിനാണ് അവൻ്റെ ഗോതമ്പ്? അപ്പോൾ ഇത് രക്ഷയില്ല. ആ ചേട്ടൻ ഇത് വിൽക്കാതെ പിടിച്ച് നിൽക്കാൻ വയ്യ, തെണ്ടാൻ വയ്യ. ആന മെലിഞ്ഞാലും തൊഴുത്തി കെട്ടാൻ പറ്റില്ല എന്ന പോലെ പിച്ച തെണ്ടുന്ന അവസ്ഥയിലേക്ക് US മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അത് പുറത്ത് കാണിക്കാതെ മറ്റ് രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തി അവരുടെ സമ്പത്ത് അടിച്ചെടുക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ പ്രോഡക്ട്സ് ലോകത്തെല്ലായിടത്തും നിർബാധം നിരന്തരം വിറ്റഴിക്കണം. അങ്ങനെയെങ്കിലും നമുക്ക് 4 കാശ് വേണമെന്നുള്ള അവസ്ഥയിലേക്ക് അമേരിക്ക മാറുകയാണ്. അപ്പോൾ നമ്മൾ പണ്ട് കേരളത്തിൽ UDFൻ്റെ കാലത്തും ഇടതുപക്ഷത്തിൻ്റെ കാലത്തും ട്രഷറി പൂട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് സർക്കാരിനെ നമ്മൾ കളിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ലോകത്തെ ഏറ്റവും വലിയ രാജ്യം അവൻ്റെ എല്ലാ സ്ഥാപനങ്ങളും കുട്ടികൾക്കുള്ള പോഷകാഹാര പദ്ധതി പോലും നിർത്തുകയാണ്. ഒക്ടോബർ 3-ാം തീയതി കഴിഞ്ഞാൽ കോടതി പോലും അമേരിക്കയിൽ പ്രവർത്തിക്കത്തില്ല എന്ന് പറയുന്നു. കോടതി പ്രവർത്തിക്കാത്തതിൽ ഏറ്റവും വലിയ സന്തോഷം പക്ഷേ ട്രംപിനായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.